ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്, ഇന്ന് നമ്മൾക്ക് ഒരു വെറൈറ്റി മണി പ്ലാന്റ് കിട്ടീനെ. അപ്പോൾ അതൊന്ന് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നടുന്നത് ഈ ചട്ടിയിലാട്ടോ, നല്ല ഭംഗിയുള്ളൊരു ചട്ടിയിലെ. അപ്പോൾ ഇന്ന് ഇതിലേക്കൊന്ന് നട്ട് പിടിപ്പിക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചട്ടിയിലേക്ക് മണ്ണൊക്കെ നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മണ്ണ് നിറക്കണേ ഞങ്ങൾ കാണിച്ചു തരാതെന്നതാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ രീതിയിൽ തന്നെയാണ് നിറച്ചത്. ഫസ്റ്റ് നമ്മൾ കുറച്ച് ചകിരി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്ത് കേട്ടോ. ഇനിയാണ് നമുക്ക് നമ്മളെ മണി പ്ലാന്റ്. ഇതാണ് നമ്മളെ മണി പ്ലാന്റ്, കണ്ടില്ലേ, വൈറ്റ്, നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ദിവസമായി ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എവിടെ നിന്ന് കിട്ടും. അപ്പോഴാണ് എനിക്കിങ്ങനെ ചെറിയൊരു തണ്ട് കിട്ടിയത്. അപ്പോൾ ആ തണ്ട് ഞാനൊരു 3-4 കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്കത് നട്ട് പിടിപ്പിക്കാം. വേഗം തന്നെ ഉണ്ടാവും നട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഈ ഇലയ്ക്ക് പ്രത്യേകത വെച്ചാൽ അധികം വലുപ്പം വെക്കൂല. മറ്റേ മണി പ്ലാന്റൊക്കെ നന്നായിട്ട് വലുതാവുമല്ലോ, ആ വലുതായാലും അത്ര അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അധികം വലുപ്പമില്ലാത്ത ചെറിയ മണി പ്ലാന്റ് ആകുമ്പോൾ അതാണ് ഒന്നുകൂടി ഭംഗി. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് നട്ട് കൊടുക്കാണ് കേട്ടോ. ആ മണി പ്ലാന്റൊക്കെ ആരെങ്കിലുമൊക്കെ കയ്യിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങളടുത്തൊക്കെ എങ്ങനെ ഉണ്ടായിനോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മണി പ്ലാന്റാണ്. അതപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇപ്പം നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് നടണം എന്നാണ് വിചാരിച്ചത്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതോടെ നമുക്ക് ചെറിയ ഇതിലേക്ക് നട്ട് പിടിപ്പിച്ചിട്ട് ഇതിലുണ്ടായിട്ട് വേണം നമുക്ക് പിരിച്ച് കുഴിച്ചിടാമല്ലോ. അപ്പോൾ അത്യാവശ്യം തന്നെ ഞാനിതാ 3-4 ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നല്ല മഴയാണല്ലോ, നല്ല മഴ വെച്ചാൽ നല്ല മഴ കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അതാണിപ്പോൾ നമ്മൾ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ കേട്ടോ നമ്മളെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയൊരു മണി പ്ലാന്റ് ചെടിയാണ്. അപ്പോൾ അതിങ്ങനെ മഴ ആണെങ്കിലും നടാതെ അടട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്ത് കിട്ടിയാലും അന്നേരം തന്നെ നട്ട് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും അതിൻ്റെതായിട്ട് നല്ലത്. ഒരു ദിവസം കൂടുതൽ വേഗം നട്ട് പിടിപ്പിച്ചാൽ എന്താണ് നമുക്ക് ഉണ്ടായി കിട്ടുകയാണെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടോ. ഇത് ഞാനിങ്ങനെ ടേബിളിലേക്ക് ഇങ്ങനെ വെക്കാൻ തന്നിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ മോൻ പറഞ്ഞ് ടേബിളിലേക്ക് വെക്കേണ്ടത് നമുക്ക് ഹാങ്ങിങ് ചെടിയായിട്ട് തൂക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനത് അത്യാവശ്യം ഉണ്ടായി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ തൂക്കിയിടാന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ ഇഷ്ടം പറഞ്ഞത് അവന് ഹാങ്ങിങ് ഇങ്ങനെ തൂക്കിയിട്ട് വെക്കാമെന്ന്. അപ്പോൾ അതിങ്ങനെ നട്ട് പിടിപ്പിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ തന്നെ ഞാൻ വേറൊരു ചെടിയുടെ നട്ട് പിടിപ്പിച്ചിട്ടേ, അതും ഇതിലേക്ക് ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് വെച്ച് പിന്നെ ഓൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വിചാരിച്ചെന്താ നമുക്കിങ്ങനെ തൂക്കിയിട്ട് വെക്കാമെന്ന്. അപ്പോൾ തൂക്കിയിടുന്ന കയറാട്ടോ, ആ കയറുമേലൊക്കെ എന്നെ സെറ്റാക്കി എടുക്കുക കേട്ടോ ഞാൻ. അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ചെടീനോട്. അതെന്താ വെച്ചാൽ നമ്മൾ ആദ്യമൊന്നും അവർക്ക് വല്ലാത്ത ഇഷ്ടമൊന്നുമില്ലേണി. ഇപ്പം ഞാൻ ഏതായാലും ഇങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കാൻ തയ്യാറായപ്പോൾ ഓരോട് എനിക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് തരും കേട്ടോ. അപ്പോൾ ഓരോ ചെടി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്, ആക്കേണ്ടതെന്നൊക്കെ ഓരോ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഹെൽപ്പ് ആവുമല്ലോ. ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഒരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ വള്ളിമലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് റെഡിയാക്കിയിട്ട് നമുക്കിത് തൂക്കിയിടണം, എന്നാലാണ് അതിൻ്റെ സെറ്റാവുള്ളൂ. ഞാൻ തൂക്കിയിടണ്ടെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മോൻ ഇതിങ്ങനെ ഹാങ്ങിങ് ആയി തൂക്കിയിട തന്നെ വേണം കേട്ടോ. അപ്പോൾ ഓൻ്റെ ഇഷ്ടപ്രകാരം ഓനങ്ങനെ തൂക്കിയിട്ട് ഓൻ തന്നെ അവിടെ നമ്മളെ സൺസൈഡും വരെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചിട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണോ ഭംഗി, അല്ല തൂക്കിയിടാതെ നമുക്കിങ്ങനെ ടേബിൾ മേലൊക്കെ വെക്കുകയാണോ ഭംഗി എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ അതുപോലെ അങ്ങോട്ട് നല്ല മഴയും പുറത്തിങ്ങനെ മഴയും പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ നമ്മളെ ചെടി നടരും. നമ്മളൊക്കെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. ലൈക്ക് ചെയ്ത് കാണാൻ. പിന്നെ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങളെ കമൻറ്റ് അറിയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പിന്നെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ തൂക്കിയിട്ട് വെച്ച് ഓൻ തന്നെ കയറ് കെട്ടി തൂക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഒരു കട്ട് ചെയ്യാനൂടെ ഉണ്ട്, അതുകൂടെ റെഡി ആക്കാണ്ട് നമുക്ക് കേട്ടോ. പിന്നെ നമ്മളെ പത്തണിമുല്ല ചെടികളോ ഹാങ്ങിങ് ചെടികളൊക്കെ കണ്ടില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.